ഹലോ. പെട്ടെന്നൊരു ഗേൾസ് ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്തു. ചെമ്മീൻ ചാടിയ മുട്ടോളം ഞങ്ങൾ ചാടിയ മോൾ ഓഫ് ട്രാവൻകൂറോളം അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കോണ്ടിരിക്കുകയാണ്. ഗായ്സ്, നമ്മൾ ഈ മുതുക്ക് പെണ്ണുങ്ങളെല്ലാം കൂടെ പറക്കെടുത്തുകൊണ്ട് എവിടെ പോകണമെന്ന് വെച്ചാൽ എവിടെയാണ് പോണത്? മോൾ ഓഫ് ട്രാവൻകൂർ. പോകുന്ന വഴി ലുലുമാൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു സൈഡ് വലിവ്. എന്താണ് ഒരു സൈഡ് വലിവ്? വേറൊന്നുമല്ല, ഞങ്ങളുടെ മനസ്സാ. എല്ലാവർക്കും ഇറങ്ങാനൊക്കെ തോന്നിയെങ്കിലും ആ മനസ്സിൽ ഞങ്ങൾ മണിച്ചിത്ര താഴ്ത്തു പൂട്ടി നേരെ മോട്ടിയിലേക്ക് തന്നെ പോയി. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ. കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ട് പോകുന്ന കണ്ടാത്തൊന്നും ജപ്പാനിൽ അണുബോംബിട്ട സംഭവമാണ്. ഇതൊന്നുമല്ല, റിച്ച് ലുക്കുമായിട്ട് പോയിട്ട് കയ്യിൽ 10 പൈസ ഇല്ലെന്ന് ആരും അറിയിക്കരുത് എന്നുള്ള ഉപദേശമാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ശരിക്കും ഞങ്ങളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ DC ബുക്സിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ ഓഫർ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് ബുക്ക് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ചില്ല് ചെയ്യണം. കിടക്കുകയാണ്. അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയ വിശാലമായ ഷോറൂം എന്ന് പറയുന്ന പോലെയല്ല, ഇതിലകത്ത് തന്നെ വിശാലമായ ഷോറൂമാണ്. ഒരു സാധനവും വാങ്ങണ്ടെന്ന് വിചാരിച്ച് വരുന്നവൻ പോലും ഇതിനകത്ത് കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടല്ലാണ്ട് പുറത്തിറങ്ങില്ല. കാഴ്ച കണ്ട് രസിച്ച് ബാഗും തൂക്കി മുമ്പേ പോകുന്ന ആരെണ്ണം ഞങ്ങളുടെ കൂടെ വന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഭൂമിയിലുണ്ടതല്ലേ, എവിടെയെങ്കിലും വെച്ചിട്ട് കാണാം. DC ഷോറൂമിലാണ് വന്നെങ്കിലും വേറൊന്നും വാങ്ങിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിലും വന്നത് മോളിലല്ലേ, എല്ലാവരും നടക്കില്ലേ. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങളും നടന്നു തേരാപ്പാര. എന്തായാലും വന്നല്ലേ, ചുമ്മാ നടക്കുന്നുണ്ട്. എന്നാ പിന്നെ ഓരോ സ്ഥലത്തും അകത്ത് കയറി തന്നെ നോക്കാന്ന് വിചാരിച്ചു. അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. എടുക്കാൻ യാതൊരു ഉദ്ദേശമില്ലെങ്കിലും കൈ കിട്ടിയതുപോലെ ഒന്ന് വച്ചു നോക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വന്നവർക്കും. ഞങ്ങൾ വെച്ച് നോക്കി, അതിനും പൈസ കൊടുക്കണ്ടല്ലോ. പിന്നെ രാമചന്ദ്രനെ കയറിയിട്ട് ഒന്നും വാങ്ങിയില്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് വാങ്ങി 1-2 കൊളുത്തും പിന്നെ ഒരു മിഠായി. കൊക്കിലൊതുങ്ങുന്നതല്ലേ കൊത്താൻ പറ്റൂ. രാമചന്ദ്രനിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അതിന് ഓപ്പോസിറ്റുള്ള സ്റ്റുഡിയോ ഷോറൂമിലേക്കാണ്. സ്റ്റുഡിയോ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനൊരു സ്റ്റുഡിയോ ഷോറൂമിലേക്ക് കയറുന്നത്. എന്തായാലും കയറിയ പാടെ എനിക്കിഷ്ടമായി. കാരണം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ എടുത്തു പോകുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. ബ്ലോഗിനുള്ള വീഡിയോ എടുത്ത് എസ്കലേറ്റർ കയറുന്ന എന്നെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയത് ടൂഹർഹേർ നഗറിലെ സീനാണ്. അല്ലെങ്കിലും ഊക്കാൻ കിട്ടുന്ന ഒരവസരവും ഈ മഹാപാപികൾ ഒഴിവാക്കാറില്ല. സാധനം വാങ്ങാതെയുള്ള അടുത്ത് വാങ്ങി നോക്കൽ ട്രെൻഡ്സിൽ തന്നെയാക്കി. സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഫ്രണ്ട്സിൽ കയറിയോണ്ടാവണം ഇവിടെ അധികം കളക്ഷൻസ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഒരു പക്ഷേ ഇവിടെ ആദ്യം കയറിയിരുന്നെങ്കിൽ നല്ല കളക്ഷനായിട്ട് തന്നെ തോന്നിയേനെ. കാരണം അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ആ സ്റ്റുഡിയോയിൽ കണ്ടത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് സ്റ്റുഡിയോ തന്നെയാണ്. ശരിക്കും വന്ന കാര്യത്തിനായിട്ട് പോവുകയാണ്. അതായത് DC ബുക്ക് ഷോറൂമിലേക്ക്. ഇവിടെ ഏത് ഫ്ലോറിലാണ് DC ബുക്ക് ഷോറൂം എന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വന്ന കുറേ കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ട് ഒരാളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് 3ാമത്തെ നിലയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് നേരെ പോവാം. ദൈവമേ, അവസാനം എത്തിയാണെങ്കിൽ ഞങ്ങൾ ഓഫറിനെ പറ്റിയിട്ടൊക്കെ തിരക്കി. അപ്പം ഞങ്ങൾ അറിഞ്ഞു വന്ന ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യത്തിന് വേറെ ചില ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ബുക്ക് വാങ്ങാമെന്ന് വെച്ചു. ശരിക്കും ഏത് ബുക്ക് എടുക്കുമെന്ന് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതാണ് പോയത്. അവിടെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ബുക്സ് ഏതെന്ന് വെച്ചാൽ അത് എടുക്കാമെന്നുള്ള രീതിക്കാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി. എല്ലാം ഞങ്ങൾ വായിക്കാൻ ആഗ്രഹിച്ച ബുക്സ് തന്നെയായിരുന്നു. എൻ്റെ കൂടെ വന്ന 3 പേരും ഓരോരോ ബുക്ക് എടുത്ത് വെച്ചിട്ട് എന്നെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. മറ്റേ മണിച്ചിത്രത്താഴിലെ ശോഭന നാഗവല്ലി കയറുമ്പോൾ ഒട്ടിയാനം മൂക്കുത്തി ഈ കണക്കെടുത്ത് കാണിക്കില്ലേ, അതുപോലായിരുന്നു.
എന്തായാലും നാഗവല്ലി കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ബുക്സ് ഞങ്ങൾ എടുത്തു. അതെന്തായാലും പിന്നെ കാണിച്ചു തരാം. ഇതെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ വിശന്ന് വലഞ്ഞൊരു വഴിയായിപ്പോയി. എങ്ങനെ വിശക്കാതിരിക്കും? രാവിലെ തൊട്ട് ഒരേ നടത്തമല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ തന്നെയുള്ള ഫുഡ് കോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് തന്നെയാണ് അവിടുത്തെ ഫുഡ് കോർട്ട്. ഏത് ഷോപ്പിൽ നിന്ന് എന്ത് വാങ്ങുന്നുള്ള ചർച്ചയായിരുന്നു പിന്നെ അവിടെ നടന്നിരുന്നത്. പുറത്ത് എന്ന് എവിടെ പോയി കഴിഞ്ഞാലും പൊറോട്ടയും ചിക്കൻ അല്ലെങ്കിൽ ബിരിയാണി മാത്രം ട്രൈ ചെയ്യുന്ന എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കഴിക്കണം തോന്നിയിട്ടാണ് ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കിക്കളയാം. ബർഗറും സാൻഡ്വിച്ചും ടി വിയിൽ മാത്രം കണ്ട് പരിചയമുള്ള എനിക്ക് അവരതാണ് ആദ്യം റെക്കമെൻഡ് ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പേര് പോലും കേട്ടിട്ടില്ലാത്തൊരു സാധനം കഴിച്ചാലോ എന്ന്. അപ്പം ഞാൻ അത് പറഞ്ഞു. അതായത് ഞാൻ മാത്രം ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ചേട്ടാ ലോൽ അത് എന്ന് പറയുന്ന ടൈപ്പ്, അതായത് പേരറിയില്ലല്ലോ. അങ്ങനെയാണ് ഈ മോമോസ് ഷോപ്പിലേക്ക് വന്നത്. മോമോസ് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം ഉണ്ടാവും, പക്ഷേ അതാണ് സത്യം. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നാലും ഫ്രണ്ട്സ് അവിടെ നിന്ന് 2 ടൈപ്പ് മോമോസ് ഓർഡർ ചെയ്തു. തൊട്ടപ്പുറത്തെ ഷോപ്പിൽ നിന്ന് കുടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് വെച്ചിട്ട് ജ്യൂസ് ഓർഡർ ചെയ്തു. ജ്യൂസിൻ്റെ വില കണ്ടിട്ട് തലകറങ്ങി വീഴാത്ത ആരുടെയൊക്കെയോ ഭാഗ്യം. വേറൊന്നുമില്ല, ഞാനിവിടെ നാട്ടിൽ 60 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ജ്യൂസ് അവിടെ 90 രൂപയും 125 രൂപയ്ക്കാണ്. എന്താ അല്ലേ? ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്. ആ സമയം കുറച്ച് കത്തിയടിക്കാൻ വെച്ചു. കത്തിയടിയൊന്നുമല്ല, ശരിക്കും ഈ ഫുഡിൻ്റെ വില തന്നെ ഞങ്ങളവിടെ നിന്ന് ചർച്ച ചെയ്യാം. ശരിക്കും കത്തിയടിക്കാനുള്ള മൂടൊന്നുമില്ല, ആകെ വിശന്ന് പറഞ്ഞ് വല്ലാണ്ടായിരിക്കുമായിരുന്നു. പിന്നെ ജ്യൂസ് വന്നു. കുറേ കഴിഞ്ഞ് മോമോസ് വന്നു. ജ്യൂസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കുറേ വെള്ളം അടിച്ച് ചേർത്തിട്ടുള്ള ജ്യൂസായിരുന്നു തന്നത്. പിന്നെ നിവൃത്തിയുടെ കൊണ്ട് കുടിക്കുകയായിരുന്നു. മോമോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെജും നോൺ വെജും ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നോൺ വെജാണ്. വെജ് കൊള്ളില്ല എന്നല്ല, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നോൺ വെജാണ്. വിശന്ന് വലഞ്ഞു എന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇത്രയും കഴിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും ആയില്ല. പിന്നെ നേരെ അടുത്ത ഷോപ്പിൽ പോയിട്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. 4 പേരും കൂടെ കഴിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചിറങ്ങി. എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഫ്രണ്ട്സും ഫുഡും ബുക്കും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു യാത്ര തന്നെയായിരുന്നു. വീട്ടിലെത്തിയോണ്ട് ഞാൻ വാങ്ങിയ ബുക്കൊക്കെ തുറന്നു നോക്കി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതോടെ ഞങ്ങളുടെ ചെറിയ യാത്ര വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും താങ്ക് യു. ടാറ്റാ ബൈ ബൈ.